തിരുവനന്തപുരത്ത് വഞ്ചിയൂരിൽ ആഡംബര കാറിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിൽ മകന്റെ തലയിൽ കമ്പിപ്പാര കൊണ്ടടിച്ച പിതാവ് പിടിയിൽ. വഞ്ചിയൂർ സ്വദേശി വിനോദാണ് പിടിയിലായത്. 3 ദിവസമായി ഒളിവിലായിരുന്നു പ്രതി. അഷിൻഡ്യാഗു ആഡംബര കാറിന് വേണ്ടി തലക്കടിക്കുക, ഇതെന്താണ് സംഭവം? അരുൺ, കഴിഞ്ഞ 10-ാം തീയതിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. ഈ മകൻ ഹൃദിക്കിനെയാണ് പിതാവ് വിനോദ്, വഞ്ചൂർ സ്വദേശികളാണ് ഇരുവരും, ആഡംബര കാർ വേണമെന്ന മകന്റെ ആവശ്യം തുടർന്നുണ്ടായ തർക്കത്തെ തുടർന്ന് കമ്പിപ്പാൽ ഉപയോഗിച്ച് പിതാവ് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചത്. നേരത്തെ 1 വർഷം മുമ്പ് 17 ലക്ഷം രൂപയുടെ ഒരു ആഡംബര ബൈക്ക് പിതാവ് മകന് എടുത്തു നൽകിയിരുന്നു. അതായിരുന്നു ഈ മകൻ ഉപയോഗിച്ചു തരുന്നത്. പക്ഷേ കഴിഞ്ഞ 3-4 ദിവസമായി തനിക്ക് ഒരു ആഡംബര കാർ വേണം എന്നുള്ളൊരു കാര്യം പിതാവിനോട് പറയുകയും അതേ ചൊല്ലി ഇരുവരും തമ്മിൽ തർക്കം ഉണ്ടായിരുന്നതായും പോലീസ് പറയുന്നുണ്ട്. ഇതേ തുടർന്നാണ് 10-ാം തീയതി ഇവർ തമ്മിലുണ്ടായ വാക്കേറ്റം അത് രൂക്ഷമാവുകയും തുടർന്ന് ഈ പിതാവ് വീടിനകത്തേക്ക് കയറി ലഭിച്ച ഒരു കമ്പിപ്പാര കൊണ്ട് ഹൃദിക്കിന്റെ തലയ്ക്ക് അടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തത്. 22 വയസ്സാണ് ഹൃദിക്കിന് ഉണ്ടായിരുന്നത്. അന്ന് തന്നെ മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഇപ്പോഴും ചികിത്സയിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം സംഭവ സ്ഥലത്ത് നിന്നും ഈ പിതാവായിട്ടുള്ള വിനോദ് ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. അങ്ങനെ 3 ദിവസം ഒളിവിൽ കഴിഞ്ഞതിന് ശേഷം ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് വഞ്ചിയൂർ പോലീസ് നിലവിൽ ഇപ്പോൾ പിതാവിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അരുൺ.